തൃശൂർ ഇരിങ്ങാലക്കുട ഐക്കരക്കുന്നിൽ ബി.ജെ.പി. പ്രവർത്തകന് കുത്തേറ്റു. ബി.ജെ.പി. ബൂത്ത് പ്രസിഡന്റ് സുരേഷിനാണ് കുത്തേറ്റത്. വൈകിട്ട് 4:30 സംഭവം. പാർട്ടി പ്രവർത്തകർക്ക് ഭക്ഷണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബൂത്ത് കമ്മിറ്റി ഓഫീസിലെത്തിയ സുരേഷിനെ നിരവധി കേസുകളിലെ പ്രതിയായ സലോഷ് എന്നയാൾ കത്തികൊണ്ട് കുത്തുകയായിരുന്നുവെന്ന് സുരേഷിന്റെ ബന്ധു മണികണ്ഠൻ പറഞ്ഞു. ഇതേസമയം പ്രതിയുടെ കൂടെ 2 പേർ ഉണ്ടായിരുന്നതായും ബി.ജെ.പി. പ്രവർത്തകർ പറഞ്ഞു. സലോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യക്തിപരമായ വൈരാഗ്യമാണ് സംഭവത്തിന് കാരണമെന്നും പോലീസ് അറിയിച്ചു. ഇത് CPM-ന്റെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ നോക്കണ്ട എന്നാണ് BJP-ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. CPM നേതാക്കളായിട്ടുള്ള ശശി, മുരളി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. CPM-കാര് ഈ പറയുന്ന കാപ്പ ചുമത്തിയിട്ടുള്ള ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കേണ്ടതിന് പകരം അവരോടൊപ്പം ചേർന്നിട്ടാണ് ഈ കൊലപാതക ശ്രമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവിടെ അതിക്രൂരമായിട്ടുള്ളൊരു നടപടിയാണ് ഉണ്ടായത്. ഈ കുട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ, അതിൽ ഒരാൾ കാപ്പ ചുമത്തപ്പെട്ട ആളാണ്, മറ്റു ചിലർ നിരവധി കേസുകളിലെ ഗുണ്ടകളാണ്. തൃശൂരിൽ വിരലിൽ മുറിവുണ്ടായതിനെ തുടർന്ന് വോട്ട് ചെയ്യാൻ അവസരം നിഷേധിച്ച യുവതി വോട്ട് ചെയ്തു. പ്രതിഷേധം ഉയർന്നതോടെ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ യുവതിക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകുകയായിരുന്നു. തൃശൂർ കുറുക്കഞ്ചേരി സ്വദേശി അക്ഷരയ്ക്കാണ് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് നിഷേധിച്ചത്. മിക്സിയിൽ കൈ കുരുങ്ങി വിരലിൽ 15 സ്റ്റിച്ചുമായാണ് യുവതി എത്തിയത്. ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവായതുകൊണ്ട് മഷി പതിപ്പിക്കാനാകില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് പ്രിസൈഡിംഗ് ഓഫീസർ അനുമതി നിഷേധിച്ചത്. തുടർന്ന് പ്രതിഷേധം രൂക്ഷമായതോടെ യുവതിയിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയതിനു ശേഷമാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം പൂർത്തിയായതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേർന്ന് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച മുഴുവൻ വോട്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ചുരുങ്ങിയ പ്രചാരണ സമയത്തിനിടയിലും വേനൽ ചൂട് പോലും അവഗണിച്ച് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകരുടെ ആവേശം ശ്രദ്ധേയമാണെന്നും പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് പോളിംഗ് ബൂത്തുകളിലെത്തിയ ജനങ്ങളും കേരളത്തിന്റെ ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെയും നാടിനോടുള്ള പ്രതിബദ്ധതയുടെയും തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം പൂർത്തിയായതിനു ശേഷം വോട്ടർമാർക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തായാലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേർന്നതിന് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച മുഴുവൻ വോട്ടർമാർക്കുമാണ് ഇപ്പോൾ നന്ദി അറിയിച്ചിരിക്കുന്നത്. ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. ഈ ഒരു ചുരുങ്ങിയ പ്രചാരണ സമയത്ത് വേനൽ ചൂട് പോലും അവഗണിച്ച് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകരെയും അദ്ദേഹം അവരുടെ ആവേശവും ശ്രദ്ധേയമാണെന്നും പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് പോളിംഗ് ബൂത്തുകളിലെത്തിയ ജനങ്ങളും കേരളത്തിന്റെ ഉയർന്ന ജനാധിപത്യത്തിന്റെ ബോധത്തിന്റെയും നാടിനോടുള്ള പ്രതിബദ്ധതയുടെയും തെളിവാണെന്നൊക്കെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും വോട്ടർമാർക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്.